പണ്ടൊക്കെ ഒരു 50-60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലാണ് കൂടുതൽ ക്ഷീണം, തളർച്ച എന്നിവ നമ്മൾ കണ്ടുവരാറ്. പക്ഷേ ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ തൊട്ടിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലും ഈ ക്ഷീണം, തളർച്ച കണ്ടുവരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് കാരണങ്ങൾ എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഡോക്ടർ, അപ്പോൾ ഈ പറഞ്ഞ അവസ്ഥയ്ക്കുള്ള ഒരു പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? തളർച്ചയ്ക്ക് പ്രധാനമായിട്ടും 3-4 കാരണങ്ങളാണുള്ളത്. അതിലൊന്ന് പോഷണങ്ങളുടെ ഡെഫിഷ്യൻസി ആകാം. ശരിക്കുമുള്ള ഭക്ഷണത്തിൽ പോഷണങ്ങൾ കിട്ടുന്നുണ്ടാവില്ല. 2, അഡ്രിനൽ ഫറ്റീഗ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അതായത് കുറേ കാലം ഹൈ ആയിട്ട് സ്ട്രെസ് നിന്ന് ആ കോർട്ടിസോൾ പ്രൊഡക്ഷൻ ഡിക്ലൈൻ ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജ്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഡീടോക്സിഫിക്കേഷൻ മെക്കാനിസം ശരിക്കും നടക്കുന്നുണ്ടാവില്ല. അതായത് നമ്മളുടെ ബോഡിയിലെ മെറ്റബോളിസം വഴി ഉണ്ടാകുന്ന വേസ്റ്റിനെ നമ്മുടെ ലിവറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള കണ്ടീഷനിലും ക്ഷീണം വരാം. ചില ഹോർമോൺ ഇംബാലൻസുകളും ക്ഷീണത്തിന് കാരണമാകും. ഇൻസുലിൻ അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ കുറവ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും തളർച്ചയുണ്ടാകാം. അന്നേരം നമ്മൾ ശരിയായിട്ടുള്ള ഡയഗ്നോസിസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്തുകൊണ്ടാണ് ആ തളർച്ച വന്നതെന്നുള്ളത് ഡയഗ്നോസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ സാഖിയിൽ കൊടുക്കുന്നത്. നമ്മൾ സാഖിയിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള രോഗങ്ങളെ ചികിത്സിക്കുന്നത്? തളർച്ചയുടെ കാരണം കണ്ടെത്തിയതിന് ശേഷം അതിനനുസരിച്ച് എന്താണ് കാരണം, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഇപ്പം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിനെ കറക്റ്റ് ചെയ്യും. ഹോർമോൺ ഇംബാലൻസ് ആണെങ്കിൽ അതിന് ഉള്ള കറക്ഷൻസ് നമ്മൾ ചെയ്യും. ഡീടോക്സിഫിക്കേഷൻ ആണെങ്കിൽ, എസ്പെഷ്യലി ലിവർ ഡീടോക്സിഫിക്കേഷൻ ആണെങ്കിൽ അതിനുള്ള പ്രൊസീജിയർ ചെയ്യും. അതേപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ പോലെയുള്ള ഹോർമോൺസിൻ്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള സപ്ലിമെൻറ്റേഷൻസും ഹെർബ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ അഡ്രിനൽ ഫറ്റീഗ് പോലെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ കോർട്ടിസോളിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും അഡ്രിനൽ ഗ്ലാൻഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സ്ട്രെസ് ഉള്ള കോപ്പിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തിട്ടാണ്, യോഗ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ തളർച്ചയെ ചികിത്സിക്കുന്നത്.